അധികാരിപ്പടി ഒളമ്പക്കടവ് റോഡ് വിഷയം. വാട്ടർ അതോറിറ്റി ഓഫീസിൽ വീണ്ടും മെമ്പർമാരുടെയും UDF പ്രവർത്തകരുടെയും സമരം. ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ റോഡ് പണി തീർക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്നും രേഖാമൂലം എഴുതി വാങ്ങി മെമ്പർമാർ. അധികാരിപ്പടി ഒളമ്പക്കടവ് റോഡിന്റെ ബാക്കിയുള്ള കോൺക്രീറ്റ് വർക്കുകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മെമ്പർമാരുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഓഫീസിൽ വന്ന് യുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി 30-ാം തീയതിക്കുള്ളിൽ ആ കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തിയാക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 30-ാം തീയതിക്കുള്ളിൽ ഇനിയും ഈ വാക്ക് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ സമരങ്ങളുമായി ഞങ്ങൾ വീണ്ടും ഈ ഒരു ഓഫീസിലെത്തുമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. 2.5 വർഷത്തിലധികമായിട്ട് വടമുക്ക് ഒളമ്പക്കടവ് റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രദേശ നിവാസികൾ വലിയ പ്രതിസന്ധിയിലായി. ഏറെ സമരങ്ങൾക്ക് ശേഷമാണ് ആ പ്രദേശത്തെ റോഡിന്റെ വർക്ക് പൂർത്തീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് വർക്ക് പൂർത്തീകരിക്കുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് തന്ന വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം അന്ന് അവസാനിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിവിധ ഘട്ടങ്ങളിൽ വീണ്ടും സമരത്തിലേക്ക് പോയി. പക്ഷേ കൃത്യമായിട്ട് വാക്ക് പാലിക്കാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് 2 പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട പണവളപ്പിൽ മുസ്തഫയും ഷിജിൽ മുക്കാലയും നിന്ന് നേതൃത്വം കൊടുത്ത് ഇന്ന് നടത്തിയ സമരം, ആ സമരത്തിൽ ഞങ്ങൾക്ക് തന്ന വെള്ളപ്പാൽ തന്ന വാക്കിൽ പറയുന്നത് ഈ 30-ാം തീയതിക്കുള്ളിൽ 25-ഓ 30-ഓ തീയതിക്കുള്ളിൽ വർക്ക് പൂർത്തീകരിക്കാൻ ആ പ്രദേശത്ത് ഉൾപ്പെടുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് വർക്ക് പൂർത്തീകരിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രേഖാമൂലം ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ സൈഡ് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്, അതും തുടർന്നുള്ള സമയങ്ങളിൽ അതും പൂർത്തീകരിക്കും. അതുപോലെ തന്നെ പൊന്നാനി ഗുരുവായൂർ റോഡ്, കോട്ടപ്പടി റോഡ്, ആ റോഡിന്റെ വർക്കും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്നുള്ള വാക്ക്, ഒരു ഉറപ്പ് ഞങ്ങൾ തന്നതിനടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചത്.